നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവർ. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനുഫ്. എടാ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് നമ്മുടെ 10ാം ക്ലാസ് ഹിന്ദിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റെയിൻ ബസേരമേം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 2nd പാർട്ടാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലാത്ത വല്ല മക്കളും നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റില് ചുമ്മാ ആ വീഡിയോ, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കിടപ്പുണ്ടാവും. മക്കളെ ഒന്ന് കാണുക. അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരട്ടോ. അപ്പൊ ഹബീബി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഈ എഴുത്തുകാരനായ, ഇതൊരു യാത്രാവിവരണമാണ് അല്ലെ. അപ്പൊ ആ യാത്രാവിവരണത്തിൽ നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ വെങ്കട്ജി, അമൃതലാൽ വെങ്കടും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള ചോട്ടു എന്ന് പറഞ്ഞ ഒരു പയ്യനും കൂടി നർമ്മദാ നദിക്കരയിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. യാത്ര നടത്തി അവരവസാനം പത്തോട എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിൽ, ഒരു വിദൂര ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. ആ ഗ്രാമത്തിൽ അവർക്ക് രാത്രിയായപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വഴിയൊക്കെ തെറ്റി അവർക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണ് അല്ലെ. അപ്പൊ അന്ന് രാത്രി അവർ ആ ഗ്രാമത്തിൽ അവിടെ തങ്ങുകയാണ്. അപ്പൊ ആ ഗ്രാമത്തിലെ നല്ലവരായിട്ടുള്ള നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് അവിടെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കിയിരുന്നു. ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മൊന്നും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു കെട്ടിടം മാത്രമായിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ തൽക്കാലം അവർക്ക് രാത്രി തങ്ങാൻ, നമ്മുടെ വെങ്കട്ജിക്കും ചോട്ടുവിനും രാത്രി തങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ഷേത്രം എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ആ അമ്പലം ഇവര് അനുവദിച്ചു കൊടുക്കുകയാണ്. അമ്പലത്തിന്റെ വരാന്തയിൽ ഇവരോട് കിടക്കാൻ വേണ്ടി പറയുന്നു. ഇവർക്ക് പായ കൊടുക്കുന്നു, ബക്കറ്റ് കൊടുക്കുന്നു അല്ലെ. അങ്ങനെ കുറെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മച്ചന്മാര് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങാണ്ട് രാത്രി സുഖമായിട്ട് കിടക്കുകയാണല്ലടാ. ആ കിടക്കുന്ന സമയത്താണ് മക്കളെ എന്ത് സംഭവിക്കുന്നത്, ഒരു ഭ്രാന്തൻ ഇവരുടെ അടുത്ത് വരുന്നത് അല്ലെ. ഇവരുടെ അടുത്ത് വന്ന് നമ്മുടെ വെങ്കട്ജി ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഒരു ഭ്രാന്തൻ തൻ്റെ അടുത്ത് ഇങ്ങനെ പായൽ കിടന്നുറങ്ങുന്നതാണ് അല്ലെ. ഇയാൾ ഞെട്ടി എഴുന്നേറ്റു. അങ്ങനെ പിന്നെ ഭ്രാന്തനും ഞെട്ടി എഴുന്നേറ്റു. അതിനുശേഷം ഭ്രാന്തൻ കുറെ പിച്ചും പേയും പറയാൻ തുടങ്ങുന്നു. ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു അല്ലെ. അതായത് ആരാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് കയറിയെന്നൊക്കെ, ഞാൻ CID ഇൻസ്പെക്ടറാണ്, നിങ്ങൾ കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തി തല്ലും ചാട്ടവാറുകൊണ്ട് അടിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഇവരാരും, അടുത്തൊക്കെ വീടുകൾ ഉണ്ടായിട്ടും ആരും വരുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ഒരു എഴുത്തുകാരനാകെ പേടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എഴുത്തുകാരനും ചോട്ടും ഒക്കെ. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് നമ്മൾ നിർത്തിയത്. ഇനി നമ്മുടെ ഭ്രാന്തൻ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ എഴുത്തുകാരനൊക്കെ രക്ഷപ്പെടില്ലേ, എന്താ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, രക്ഷപ്പെട്ടോണ്ടല്ലാണ് നമുക്കിത് കഥയൊക്കെ വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും എന്താണ് ഇനി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് നേരിട്ട് നോക്കാം. എന്നാ മക്കളെ ശ്രദ്ധിക്ക്. തബി ഉസ്കാ ധ്യാൻ കോനെ മേം രഖേ ഹമാരാ സാമാൻ കി ഓർ ഗയാ. തബി അപ്പോൾ എന്നാണ് അർത്ഥം അല്ലെ. അപ്പോൾ ഉസ്കാ ധ്യാൻ, ധ്യാൻ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ അല്ല, ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എന്നാണ് അർത്ഥം. അപ്പൊ ഉസ്കാ ധ്യാൻ, അയാളുടെ ശ്രദ്ധ, അയാളുടെ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നമ്മുടെ ആ ഭ്രാന്തനെയാണ് കേട്ടോ, ആ പാഗലാത്മിയിലെ. അപ്പൊ ആ ഭ്രാന്തനായ മനുഷ്യന്റെ ശ്രദ്ധ കോനേമേം രഖേ, രഖ്ന എന്നൊക്കെ പറഞ്ഞാൽ വെക്കുക എന്നാണ് അർത്ഥം. രഖേ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്ന അല്ലെ. കോനെ എന്ന് പറഞ്ഞാൽ മൂല അല്ലെ, കോർണർ. അപ്പൊ ഒരു മൂലക്ക് വെച്ചിരിക്കുന്ന ഹമാരെ സാമാൻ, അപ്പൊ ഓരോ സാമാനല്ല, സാധനം മൂലയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒരു മൂലക്ക് ഇങ്ങനെ അവരുടെ സാധനങ്ങൾ, അവർ കൊണ്ടുവന്ന പെട്ടിയും ബാഗ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോടാ, യാത്രക്ക് പോയതല്ലേ, അവരുടെ സാധനങ്ങളൊക്കെ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സാധനങ്ങളാണ് നമ്മുടെ ഈ ഭ്രാന്തൻ ഇങ്ങനെ ചുറ്റും, അയാൾ CID ഇൻസ്പെക്ടർ എന്നല്ലേ ഭാവം അല്ലെ. അയാൾ ഇങ്ങനെ ചുറ്റോടും നോക്കിയപ്പം പെട്ടെന്ന് ഇവരുടെ സാധനങ്ങൾ ഇങ്ങനെ കാണുകയാണ്. ദെൻ ഓർ അല്ലെ, ഓർ എന്ന് പറഞ്ഞാൽ നേരെ, അവരുടെ സാധനങ്ങളുടെ നേർക്ക്, ആ ബാഗൊക്കെ ഉണ്ട്, ആ ബാഗിന് നേർക്ക് ഇയാളുടെ നോട്ടം പോയി എന്നാ പറഞ്ഞത്. ദെൻ ഇസ്മേ ക്യാ ഹേ, എന്താണ് അതിലെന്ന്. ഓക്കെ, ഇയാൾ ഭ്രാന്തൻ ചോദിക്കാണ് എന്താണ് അതിലെന്ന്. ദെൻ അപ്പൊ മുജേ ഇസ്കി തലാഷി ലേനി ഹോഗി, എന്നിട്ട് ഭ്രാന്തൻ പറയണേ എനിക്കത് പരിശോധിക്കണം, എനിക്കിപ്പൊ പരിശോധിക്കണം അല്ലെ. തലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പരിശോധിക്കുക, സെർച്ച് ചെയ്യുക അല്ലെ. എനിക്കത് പരിശോധിക്കണം, നിങ്ങളെ ബാഗിൽ എന്താണ്, നിങ്ങൾ കള്ളന്മാരല്ലേ, എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അല്ലെ. ദെൻ മുജേ ചിന്താ ഹുയി, അപ്പൊ നമ്മുടെ എഴുത്തുകാരൻ വെങ്കട്ജി ആകെ ബേജാറായി. അയാൾ ഇങ്ങനെ ചിന്താ ഹുയി, അയാൾ ചിന്തിച്ചു, പറച്ചോനെ ഇനി കുടുങ്ങിയല്ലേ, ഇനി പെച്ചങ്ങ എന്തൊക്കെ കണ്ടെത്തുക അല്ലെ. ദെൻ ഉസ്മേം സബ്ജി കാട്ടനെ കാ ചാക്കു ബീത്ത. അപ്പൊ നമ്മുടെ എഴുത്തുകാരൻ ഏറ്റവും വലിയ പേടി എന്താ അറിയോ, ഈ ഒരു സഞ്ചിക്കകത്ത് ഇവന്മാര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് പച്ചക്കറി അരിയാനൊക്കെ കത്തി വേണ്ടേ. ആ സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി കേട്ടോ, പച്ചക്കറി അരിയാനുള്ള, കാട്ടിനാന്ന് പറഞ്ഞാൽ മുറിക്കുക അല്ലേ, പച്ചക്കറി മുറിക്കാൻ അല്ലെങ്കിൽ അരിയാനുള്ള ചാക്കുണ്ടായിരുന്നു അതിലൊന്ന്. ചാക്ക് എന്ന് പറഞ്ഞാൽ ചാക്കല്ല, കത്തി. ഓക്കെ, കത്തിയൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എങ്ങാനും ഈ ഭ്രാന്തന്റെ അകത്ത് ഓൾറെഡി ഭ്രാന്തൻ കയ്യിൽ മറ്റേ ചാട്ടവാറുണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റി കുത്തിരിക്കുകയാണ് അല്ലെ. ഈ സമയത്ത് അപ്പൊ അതിൻ്റെ അടുത്ത് കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുത്തി വേണമെങ്കിൽ കൊന്നാളും അല്ലേ. അപ്പൊ അതിനുള്ള ആരോഗ്യമുള്ള ആളാണ്. അപ്പൊ
നമ്മുടെ എഴുത്തുകാരൻ ആകെ ബേജാറായി. പടച്ചോനെ ഇനിയിപ്പോൾ ആ സഞ്ചി പൊക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ചാക്കെങ്ങാനും കിട്ടുമോ അല്ലേ? ദെൻ കഹീം വാ ഉസ്കെ ഹാത്ത് ലഗ് ഗയാത്തോ, എങ്ങനെയെങ്കിലും ആ ചെങ്ങായിന്റെ കയ്യിൽ അതെങ്ങാനും കിട്ടിപ്പോയാൽ, ഈ ഒരു ഭ്രാന്തന്റെ കയ്യിലെങ്ങാനും ആ ഒരു ചാക്ക് കിട്ടിപ്പോയാൽ, മേരെ ഭീത്തർ ബൈക്കിയേക്ക് ഹിലോർ സി ഹുഡി, ഹിലോർ എന്ന് പറഞ്ഞാൽ വിറയൽ അല്ലെ, എന്റെ ഉള്ളിൽ, ഭീത്തർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളിൽ അല്ലെ, എന്റെ ഉള്ളിൽ ബൈക്കിയേക്ക് ഹിലോർ, ഭയത്തിന്റെ ഒരു വിറയൽ അനുഭവപ്പെട്ടു എന്നാ പറഞ്ഞത്. ഇയാളാകെ പേടിച്ച് പറക്കാൻ തുടങ്ങി. ദൈവമേ അത് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അയാളാകെ പേടിക്കാൻ തുടങ്ങി. ഓക്കെ, ഉസ്നെ ഹമാര പിട്ടുകല, പിട്ടു എന്ന് പറഞ്ഞാൽ പെട്ടി, ബാഗ് എന്നൊക്കെ പറയും. ഇവിടെ ബാഗിലായിരിക്കാം അല്ലെങ്കിൽ പെട്ടിയിലായിരിക്കാം, എന്തായാലും അവരുടെ ആ ബാഗ് അല്ലെങ്കിൽ പെട്ടി ഇയാൾ എന്ത് ചെയ്തു? ഘോല പറഞ്ഞാൽ തുറന്നു അല്ലേ. അപ്പോ സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവര് സെർച്ച് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇയാൾ എന്താ ചെയ്താണോ അല്ലേ. അപ്പൊ ഇവരൊന്നും മിണ്ടിയില്ല. അയാൾ നേരെ പോയിട്ട് മൂലക്കിരിക്കണ പെട്ടി അല്ലെങ്കിൽ ബാഗ് എടുത്ത് കണ്ട് തുറന്നപ്പോ എന്താണ്? ഏക്ക് ചീസ് നിക്കാൽക്കർ ഫേങ്കിനേലേക്ക്, ഈ ചങ്ങായി ഭ്രാന്തനല്ലേ, ഇയാൾ എന്താ ചെയ്തത്? ഏക്ക് ചീസ് നിക്കാൽക്കർ, ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു അല്ലേ, അതിലുള്ള ഓരോരോ വസ്തുക്കളായിട്ട് നിക്കാൽക്കർ പുറത്തെടുത്തുകൊണ്ട് ഫേങ്കിനയിലേക്ക് എറിയാൻ തുടങ്ങി. ഫേങ്കിനാറിന് എറിയല്ലേ, ഫേങ്കിനയിലേക്കാറിന് എറിയാൻ തുടങ്ങി. ഇങ്ങനെ ഓരോന്നെടുക്കും, തുണി പോട്ടെ, മറ്റേ പാത്രം പോട്ടെ, അങ്ങനെ ഓരോ സ്ഥലത്ത് കഴിച്ച് ഇയാൾക്ക് നല്ല രസം, ഇയാളതിന് ഇങ്ങനെ വലിച്ചെറിയാൻ തുടങ്ങി. ദെൻ മേം ദം സാദെ ഉസ്കി ഹർ ഗതിവിധി കോ ദേഖ്താ രഹാ, ഞാനാണെങ്കിൽ ദം സാദെ, ഒന്നുമില്ല, നിസ്സഹായനായിട്ട് അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ എന്ത് ചെയ്തു? ഇയാളുടെ ഓരോ ഗതിവിധി, ഇയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഇങ്ങനെ നോക്കിയിരുന്നു. എന്താ കാട്ടിക്കോട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാനല്ലേ. ദെൻ ഡെറ്റോൾ കി ശീശി ഫർഷ് പർ മാരി, ഇനി ചങ്ങായി എറീനയുടെ കൂട്ടത്തിൽ ഇവര് വല്ല അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് മുറിയിലൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് ഈ ഡെറ്റോൾ ഉണ്ടായിരുന്നു. ആ ഡെറ്റോളിന്റെ ശീശി എന്ന് പറഞ്ഞാൽ കുപ്പി, ഡെറ്റോളിന്റെ കുപ്പി ഉണ്ടായിരുന്നു. അതുവരെ ചങ്ങായി ഫർഷ് എന്ന് പറഞ്ഞാൽ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓക്കെ, അപ്പം വല്ലാത്തൊരു ജാതി. ദെൻ ഏക്ക് ചീസ് നികാൽ കർ ഫേങ്ക് ദി, അങ്ങനെ ഓരോരോ സാധനങ്ങൾ ആ സഞ്ചിയിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. ദെൻ യഹാം തക്ക് കി ചാക്കൂബി ഫേങ്ക് ദിയ, ഇനി നമ്മുടെ എഴുത്തുകാരന് ഏറ്റവും വലിയ പേടി കത്തി കിട്ടിയാൽ എന്ത് ചെയ്യുന്നുള്ളതല്ലേ. കത്തിയോ ചങ്ങായിന്റെ കടി കിട്ടി, പക്ഷെ എന്താ? ചാക്കൂബി ഫേങ്ക് ദിയ, കത്തിയോ ചങ്ങായി വലിച്ചെറിഞ്ഞിടോ. ചങ്ങായി കത്തിയൊന്നും വേണ്ട, പിന്നെ എന്ത് തേങ്ങക്കായി ഇയാൾ ഇങ്ങനെ ചെക്ക് ചെയ്യണേ, നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കണെന്ന്. അന്ത്മേം, അവസാനം ദോ തീൻ കിതാബേം നിക്കാലി, അപ്പൊ ഈ ഒരു സഞ്ചിയുടെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ വെച്ചിരുന്നു നല്ലപോലെ അടുക്കിയിട്ട്. അപ്പൊ അവസാനം മച്ചാൻ എന്ത് ചെയ്തു? നമ്മുടെ ഭ്രാന്തനായ മനുഷ്യൻ ആ പുസ്തകങ്ങൾ പുറത്തെടുത്തപ്പോ ഇയാളുടെ സ്വഭാവം മാറി. എന്താ? കിതാബേ മുസ്നെ ഗോൽക്കർ ദേക്കി, അയാൾ പുസ്തകമൊക്കെ ഒന്ന് തുറന്നു നോക്കി. എന്ന് പറഞ്ഞാൽ തുറക്ക, ഗോൽക്കർ എന്ന് പറഞ്ഞാൽ തുറന്നുകൊണ്ട് അല്ലെ. അപ്പൊ പുസ്തകങ്ങൾ തുറന്നുകൊണ്ട് നോക്കി. ഫിർ ജോം കി ത്യോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ എടുത്തത് അതുപോലെ. ഓക്കെ, അപ്പൊ എടുത്തതുപോലെ തന്നെ എന്ത് ചെയ്തു? വാപ്പസ് രഗതി, തിരിച്ചു വെച്ചു. ദെൻ ഹമാരി ഓർ മുട്ടുക്കർ ചോട്ടൂസെ പോല, എന്നിട്ട് ഇവരുടെ നേർക്കങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ, പുസ്തകം അതേമാതിരി വെച്ചു, ബാക്കിയുള്ളൊക്കെ വലിച്ചെറിഞ്ഞു. പുസ്തകം മാത്രം അതേമാതിരി വെച്ചിട്ട് ഇവരുടെ നേരെ തിരിഞ്ഞിട്ട്, മുഡ് എന്ന് പറഞ്ഞാൽ തിരിയാന്നാണ്, മുട്ടുക്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുകൊണ്ട് അല്ലെ, ഇവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോട്ടുവിനോട് പറയണേ. പാവൻ ചോട്ടു മേടിച്ച് പറിച്ചല്ലേ, നേരെ ചോട്ടുവിനോട് എന്താ ചോദിച്ചാൽ വാട്ട്സ് യുവർ നെയിം, എന്താണ് എൻ്റെ പേര് എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു. കാരണം എന്താ? ഈ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവര് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ഒറ്റ ചോദ്യം എന്താ ചോട്ടുവിനോട്? വാട്ട് ഈസ് യുവർ നെയിം? ചോട്ടുവിന് എന്ത് ഇംഗ്ലീഷ് അല്ലേ. ചോട്ടു എന്താ പറഞ്ഞ മക്കളെ? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല സർ എന്ന് പറഞ്ഞോ. എന്താ പറഞ്ഞത്? ചോട്ടുവിനെ സഹമത് ഹുയേ കഹാ, ചോട്ടു വളരെ സമ്മതിക്കുന്ന ഭാവത്തിൽ പറയണത് മുझे അംഗ്രേസി നഹീ ആത്തി, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ എന്ന്. ഓക്കെ, ചോട്ടുവിന് ഇംഗ്ലീഷ് അറിയില്ല, മറ്റാൾക്കല്ലേ, മറ്റാളാവുമ്പോൾ ചിലപ്പോൾ വലിയ പഠിപ്പ്, മറ്റാളെ പുസ്തകമായിരിക്കല്ലോ. അപ്പൊ ചോട്ടു പറഞ്ഞു നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലോ എന്ന് പറഞ്ഞു. ദെൻ മുജസേ പൂച്ച, അപ്പൊ ചോട്ടുവിനെ വെറുതെ വിട്ടു. ഓക്കെ, എന്നിട്ട് രണ്ടാമത് എന്നോട് ചോദിക്കാണ്, അതായത് നമ്മുടെ എഴുത്തുകാരനോട് ചോദിക്കാണ്, തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താ ചെയ്യണത്? ഇനി ഇയാൾക്കും ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞ് വേസ്റ്റ് ആവണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ പ്രാന്തം ചോദിച്ച് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പൊ നമ്മുടെ എഴുത്തുകാരൻ എന്താ പറഞ്ഞത്? മേനെ കഹ, ഞാൻ പറഞ്ഞു. എന്താണ്? മേം ശിക്ഷകത, ഞാനൊരു അധ്യാപകനായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അധ്യാപകനല്ല. ബച്ചോം കോ പഠാത്താത്ത, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. പഠാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക അല്ലെ, പഠിന പറഞ്ഞാൽ വായിക്കുക പഠിക്കുക എന്നൊക്കെ പറയും, പഠാന പറഞ്ഞാൽ വായിപ്പിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. അപ്പൊ ഇവിടെ ഞാൻ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്ന ഒരു അധ്യാപകനായിരുന്നു. ദെൻ അബ് റിട്ടയർ ഓകയാഹും, ഇപ്പൊ ഞാൻ എന്തായിട്ടുണ്ട്? റിട്ടയർ ആയി. അപ്പൊ കുറച്ച് പ്രായമുള്ള ആളാണ് നമ്മുടെ വെങ്കട്ജി കേട്ടോ. ദെൻ മേരി ആവാസ് തീർത്തി, എന്റെ ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം അല്ലേ, എന്റെ ശബ്ദം കുറച്ച്
സ്ഥിരം എന്ന് പറഞ്ഞ സ്ഥിർ എന്ന് പറഞ്ഞാൽ ഉറച്ചത്. എൻ്റെ ശബ്ദം കുറച്ച് ഉറച്ച്, ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റിലാണ് പറഞ്ഞത്. എന്ത്, ഞാൻ അധ്യാപകനായിരുന്നു, ഞാൻ കുറെ കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലേക്കിൻ അന്തർ ഹി അന്തർ മേ ഡറാ ഹുവാത്ത, ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ മേ ഡറാ ഹുവാത്ത, കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അധ്യാപകനാന്ന് പറഞ്ഞിട്ട് പണ്ട് ഏതെങ്കിലും അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയിട്ട് ഭ്രാന്തായ മനുഷ്യനാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ചെറിയൊരു പേടിയോട് കൂടിയിട്ടാണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ ഇയാൾ പറഞ്ഞു ഞാൻ അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവിടെ ഭ്രാന്തൻ എന്താണ് സംഭവിച്ചത്? വാ ചുപ്പ് രഹ, ഈ ചെങ്ങായി പിന്നെ ഒന്നും മിണ്ടാതായി. നോക്കിയാ, അധ്യാപകനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ കുറെ കണ്ടപ്പോൾ തന്നെ ഇയാളുടെ കണക്ഷൻ മൊത്തം പോയിരുന്നു അല്ലെ. ഇയാൾ കുറെ നേരം മിണ്ടാതിരുന്നു. മാനോ കഹിം ഗോ ഗയാഹോം, ഗോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ എന്തോ മിസ്സായതുപോലെ അയാൾ ഇങ്ങനെ നിന്നു, എന്തോ ആലോചനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദെൻ മാനോം കുച്ച് യാദ് കറാഹോ, അയാൾ എന്തോ ഓർക്കുന്നത് പോലെയൊക്കെയാണ് തോന്നിയത്. യാദ് കർണ ഓർക്കല്ലേ, ഇതൊക്കെ നമ്മുടെ എത്തുകാരന് തോന്നുകയാണ് കേട്ടോ. ഇയാളുടെ ഇങ്ങനെ നിപ്പോ, ഈ ഭ്രാന്തന്റെ നിപ്പും കണ്ടിട്ട് അയാൾ എന്തോ ആലോചിക്കുന്ന പോലൊക്കെ തോന്നി. മാനോ മുസ്കെ ബീത്തർ കുച്ച് ആലോഡിത് ഹോരാഹേ, ആലോഡിത് എന്ന് പറഞ്ഞാൽ ചിന്ത തന്നെയാണ് അർത്ഥം. അപ്പൊ അയാളുടെ ബീത്തർ, ഉള്ളിൽ എന്തൊക്കെയോ ചിന്ത വരുന്നത് പോലെയൊക്കെ നമ്മുടെ എത്തുകാരന് തോന്നുകയാണ്. കുച്ച് ക്ഷൺ തക്ക്, കുറച്ച് നിമിഷത്തേക്ക് മുജെ എക്കട്ടക്ക് ദേക്കത്തെ രഹനേക്കെ ബാദ് ബോല, എക്കിട്ടക്ക് ദേക്തേ എന്ന് പറഞ്ഞിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ തുറച്ചു നോക്കുക എന്നർത്ഥം. അപ്പൊ കുറച്ചു സമയം നമ്മുടെ എഴുത്തുകാരൻ ഇങ്ങനെ തുറച്ചു നോക്കി. ഇയാൾ പറഞ്ഞത് ശരിയാണോ, ഇയാൾ ഇനി വാദ്യാരനാണോ എന്നൊക്കെ നോക്കുമായിരിക്കും അല്ലെ. എങ്ങനെ നോക്കിയതിന് ശേഷം ഇയാൾ പറയാണ് അച്ഛാ സോജാവും, ശരി നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് പറയണേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നേരത്തൊക്കെ രൗദ്രഭാവത്തിൽ നിന്ന് ആ ഭ്രാന്തനാണ് ഇപ്പോൾ വളരെ സമാധാനത്തോടെ ശരി മാഷേ നിങ്ങൾ ഉറങ്ങിക്കോളി എന്ന് പറയണം അല്ലേ. ദെൻ മേം സിർസെ ലേക്കർ പാവ് തക്ക് ഓണ്ട് കർ സോഗയ, സിർ എന്ന് പറഞ്ഞാൽ തലയാണ് അർത്ഥം അല്ലെ. പാവ് എന്ന് പറഞ്ഞാൽ കാല്. സിർസയിലേക്കർ പാവത്തേക്ക് എന്ന് പറഞ്ഞാല് തല മുതൽ കാല് വരെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പേടി തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മൊത്തമായിട്ട് മൂടി പോച്ചിറങ്ങൂലടാ. അതേപോലെ ഈ മനുഷ്യൻ, ഞാൻ ഭ്രാന്തനെ കാണണ്ട, കണ്ട വെറുത്തുപോയില്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്തത്, ഈ ഭ്രാന്തനെ കണ്ടാ പേടിക്കുന്ന വിചാരിച്ചിട്ട് ഇയാൾ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. എന്ത് ചെയ്തുകൊണ്ട്, തല മുതൽ കാല് വരെ ഓണ്ട് പുതച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഉറങ്ങി. ദെൻ സോച്ച, ആ സമയത്ത് നമ്മുടെ എത്തുകാരെ ചിന്തിക്കുന്ന എന്താണ്, ഷായത് അബു വഹിച്ചല്ല, അതായത് ഈ ഭ്രാന്തനെ തീർച്ചയായും, ഷായത് എന്ന് പറഞ്ഞാൽ തീർച്ചയായില്ലേ, തീർച്ചയായിട്ടും ഈ ഭ്രാന്തം പോയിട്ടുണ്ടാവും എന്നാണ് ആര് കരുതിയത്, നമ്മുടെ എത്തുകാരൻ കരുതിയത്. പക്ഷെ പോയിട്ടുണ്ടാവോ, ടെസ്റ്റ് വേറെ വരാണ്ടിട്ട് മക്കളെ. എന്താ അവിടെ സംഭവിക്കണം നോക്ക്, ഭ്രാന്തൻ എങ്ങോട്ടും പോയിട്ടില്ല. ദെൻ നോക്ക്, തബി അപ്പോൾ ഏക്ക് വിചിത്ര ഘടന ഘടി, ഘടന എന്ന് പറഞ്ഞാൽ സംഭവം, ഘടി എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ആ സമയത്താണ് ഒരു വിചിത്രമായ സംഭവം ഉണ്ടായത്. എന്താണ് ആ സംഭവം? അച്ചാനക്, പെട്ടെന്ന് ഉസ്നെ മേരെ പൈർ ദബാനെ ശുരു കർ ദിയ, ഉസ്നെ അയാള്, അതായത് ഈ ഭ്രാന്തൻ, മേരെ പയർ എന്റെ കാലുകൾ, പയർ എന്ന് പറഞ്ഞാലും പാവം എന്ന് പറഞ്ഞാലൊക്കെ കാല് എന്നാണ് അർത്ഥം. അപ്പൊ എന്റെ കാലുകള്, ആരുടെ, നമ്മുടെ എഴുത്തുകാരന്റെ കാലുകള് ദബാനെ ശുരു കർ ദിയ എന്ന് പറഞ്ഞത്. ദബാന എന്ന് പറഞ്ഞാൽ അമർത്തുക, ഞെക്കുക, നമ്മള് മസാജ് ചെയ്യലടാ. അതേമാതിരി ഈ മനുഷ്യൻ ഇങ്ങനെ കാലൊക്കെ തടവാൻ തുടങ്ങി. ആരുടെ, നമ്മുടെ മാഷിന്റെ അല്ലേ, അതായത് എഴുത്തുകാരന്റെ. അപ്പൊ എഴുത്തുകാരൻ മാഷാണല്ലോ, അപ്പൊ അയാളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാലൊക്കെ തടവാൻ തുടങ്ങി. അപ്പൊ മാഷിമാരുടെയൊക്കെ സ്നേഹമുള്ള ഭ്രാന്തനാണേ. നിങ്ങൾ അങ്ങനെ തന്നെ ആവണം, ഭ്രാന്തനാവണം എന്നല്ല ഉദ്ദേശിച്ചത്, മാഷിമാരുടെയൊക്കെ സ്നേഹം വേണേ. ദെൻ ഉസ്കെ മസ്ബൂത്ത് ഹാത്തോം കാ സ്പർശ്, അയാളുടെ ആ ഒരു കരുത്തുറ്റ, മസ്ബൂത്ത് പറഞ്ഞാൽ കരുത്തുറ്റ, ശക്തിയായിട്ടുള്ള അല്ലെ, ഭയങ്കര മസിലൊക്കെ ഉള്ള കൈയായിരിക്കും. അപ്പൊ മസ്ബൂത്ത് ഹാത്ത്, അയാളുടെ കരുത്തുറ്റ ആ കൈകളുടെ സ്പർശനം അനുഭവ കർത്തെ, അനുഭവിച്ചപ്പോൾ മേം കാമ്പ് സാഗയ, കാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറയ്ക്കാന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ ആകെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. നേരത്തെ നമ്മൾ ഹിലോർ എന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ. അപ്പോൾ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഒന്നും പറയാനും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ അയാൾ കഴുത്ത് ഞെക്കിക്കൊല്ലോ ഒന്നും അറിയില്ല, കാര്യം ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ദെൻ ഏക്ക് കറക്കെ ദോനോ പയർ ഗൂബ് അച്ചി തരസേ ദബായേ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് രണ്ട് കാലുകളും നന്നായിട്ട് തടവി കൊടുത്തു. അതിനുശേഷം എന്താ, ഉസ്മേം ബഡി താക്കത്തി, അയാളുടെ കൈകൾക്കൊക്കെ നല്ല കരുത്തുണ്ടായിരുന്നു. താക്കത്ത് എന്ന് പറഞ്ഞാലും മസ്ബൂത്ത് എന്ന് പറഞ്ഞാലൊക്കെ കരുത്തിട്ടോ, നല്ല സ്ട്രോങ് ആയിരുന്നു. ദെൻ ഫിർ ഹാത്ത് ദബായേ, കാല് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചങ്ങായി കൈമ കയറിയിടോ, കൈ ഞെക്കാൻ തുടങ്ങി. ഇതന്നെ പണി ഇല്ലേ, മൂപ്പര് മസാജ് സെന്റർ നടത്തുന്ന ആളാന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ, ഹാത്തോങ്കി ഏക്ക് ഉങ്കിലി ദബായി, കൈകളും തടവിയതിനു ശേഷം പിന്നെ വിരല് ഞെക്കാൻ തുടങ്ങി. ഇനിയിപ്പോ വിരലൊക്കെ ഞെക്കി പൊട്ടിക്കുന്നു തോന്നുന്നുണ്ട്, വിരലിങ്ങനെ ഞെക്കി കൊടുക്കാൻ തുടങ്ങി. ഇതെന്താ, ഉംഗിലി എന്ന് പറഞ്ഞ വിരലാണേ. ഹർ ഗഡി ചിന്താ ബനി രഹി കി കൈൻ കോയി ഉംഗിലി ചടുക്കാനതേ, ഉംഗിലി ചടുക്ക എന്ന് പറഞ്ഞാല് വിരൽ ഒടിഞ്ഞു പോവാ. അപ്പൊ വിരൽ ഒടിഞ്ഞു പോകരുതേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ
അത്രയും സ്ട്രോങ്ങിലാണ് ഇയാൾ ഇങ്ങനെ നിൽക്കുന്നത്. ഭ്രാന്തനും കൂടിയാണല്ലോ അല്ലെ. ദെൻ ഇസ്കെ ബാദ് അതിനുശേഷം ഉസ്നെ മേരി മുട്ടി ഗോലി, മുട്ടി എന്ന് പറഞ്ഞാൽ മുഷ്ടി. ഓക്കെ, കൈ ഇങ്ങനെ ഇയാൾ കൈയൊക്കെ വിരല് ഞെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഞെക്കി പിടിച്ചിക്കേനി. കൈയൊക്കെ ഇങ്ങോട്ട് തുറക്കടാറിഞ്ഞ് കൈ തുറന്നിട്ട് എന്താ ചെയ്തത്? കയ്യിൽ ആ മുഷ്ടി തുറന്നിട്ട് ഉസ്മേം അതിൽ കുച്ച് രഗ എന്തോ വെച്ചു കൊടുത്തു. ഓക്കെ, എന്തോ ഒരു സാധനം വെച്ചു. എന്നിട്ടോ ദെൻ മുട്ടി ബന്ദ് കർക്കി, എന്നിട്ട് ആ കൈ അതേമാതിരി പഴയമാതിരി തന്നെ ആ മുഷ്ടി എന്ത് ചെയ്തു? അടച്ചു വെച്ചിട്ട് ചലാകയ. വല്ലാത്ത ജാതി ഭ്രാന്തൻ അല്ലെ. കുറെ മസാജ് ചെയ്തെടുത്ത് അതുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു? കയ്യിൽ എന്തോ സാധനം വെച്ചെടുത്ത് കണ്ട് മൂപ്പര് പോയി. ദെൻ ഉസ്കെ ജാത്തേ ഹി അയാൾ പോയതോടെ ചോട്ടുവിനെ ദർവാസ അന്തർ സെ ബന്ദ് കർക്കെ ഉസ് പർ താല ലഗാ ദിയ. നമ്മുടെ ചോട്ട് അതിനെക്കാട്ടും വലിയ പൊരിഞ്ഞ അഭിനയാണ്. ചോട്ട് ആദ്യം ഉറങ്ങണമാതിരി അഭിനയിച്ചു തോന്നുന്നുണ്ട്. ചോട്ടുവിന്റെ ചോട്ട് വിചാരിച്ചിട്ടുണ്ടാവും ഇയാളെ കാല് കഴിഞ്ഞാൽ ഇന്റെ കാല് തടവെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തായാലും ഇയാൾ പോയപ്പോ ചോട്ടുവിനാകെ സമാധാനമായി. ചോട്ട് അപ്പം തന്നെ എഴുന്നേറ്റിട്ട് ദർവാസ അന്തർ സെ വാതിൽ ഉള്ളുന്ന് എന്ത് ചെയ്തു? ബന്ദ് കർക്കെ വാതിൽ ഉള്ളുന്ന് അടച്ചിട്ട് ഉസ്മേം താല ലഗാ ദിയ കുറ്റിയിട്ടു. ഓക്കെ, ദെൻ ഹംനെ റാഹത്ത് കി സാസ്ലി ഞങ്ങൾ സമാധാനത്തോടെ റാഹത്തിലെ വളരെ അസ്വസ്ഥതയോട് കൂടിയിട്ട് ശ്വാസം വിട്ടു. സാസ്ലി ലേക്കിൻ നീന്ത് നഹിയായി. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം. ഓക്കെ, പക്ഷെ അയാൾ പോയപ്പോ ഇവർക്ക് ആശ്വാസമൊക്കെ കിട്ടി, പക്ഷെ ഉറക്കം കിട്ടിയില്ല. ആർക്ക്? നമ്മുടെ എഴുത്തുകാരന്. ചോട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെ. എന്തായാലും എഴുത്തുകാരന് ആ ഉറക്കം കിട്ടിയില്ല. അയാൾ ആകെ അന്തം വിട്ടു. കാരണം അത്രയും ഭീകര രൂപിയായിരുന്ന, കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്ന ആ ഭ്രാന്തൻ പെട്ടെന്ന് ശാന്തനായി. തടവി തരുന്നു, കയ്യിലെന്തോ വെച്ചു കൊടുക്കുന്നു, ശാന്തനായി പോകുന്നു. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായതെന്ന് അറിയാതെ ആകെ ഒന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് നമ്മളെ മനുഷ്യൻ അല്ലെ. അതുകൊണ്ട് മേൻ ജാഗ്രതപ്പെടുത്താ രഹ, ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ജാഗ്രതപ്പെടാം അല്ലെ, ഉണർന്നിരുന്നു കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ? ഓർ സോച്ച്ത, എന്നിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്മേം ഏക ബദലാവ് ക്യോം ആയ. ബദലാവ് എന്ന് പറഞ്ഞാൽ മാറ്റം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യനിൽ ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്? വഹ് ഉദ്ദഡ് സെ വിനമ്ര കൈസേ ബൻ ഗയ. അപ്പൊ ഇയാളോട് തന്നെ ചോദിക്കുകയാണ്. ആ മനുഷ്യൻ ഉദ്ദഡ് സെ ഒരു ധിക്കാരിയിൽ നിന്ന്, അഹങ്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കല്ലായിരുന്നു, കൊല്ലുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട്. ആ അഹങ്കാരിയിൽ നിന്ന് വിനമ്ര ഒരു വിനയാന്യത്തിനായിട്ട് എങ്ങനെ അയാൾ മാറി? എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത് സംഭവം? എന്ത് അത്ഭുതമാണ് ഇവിടെ ഉണ്ടായെന്നൊക്കെ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ദെൻ മുട്ടി ഗോൽക്കർ ദേക്കാത്തോ ഉസ്മേം 20 പൈസേക്കാ സിക്കാത്ത. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? പെട്ടെന്നാണ് ഓർമ്മ വന്ന ആ മനുഷ്യന് കൈ എന്തോ വെച്ചു കൊടുത്തിരുന്നല്ലോ. അപ്പൊ അയാളുടെ കൈന്ന് ഇങ്ങനെ തുറന്നു നോക്കി. മുട്ടി ഗോൽക്കർ ആ മുഷ്ടി തുറന്നു നോക്കിയപ്പോ എന്താ കാണുന്നേ? ഉസ്മേം 20 പൈസേക്കാ സിക്ക. സിക്ക എന്ന് പറഞ്ഞ നാണയം. അതിലൊരു 20 പൈസയുടെ നാണയമാണ് കാണുന്നത്. അപ്പൊ ആ മനുഷ്യൻ പൈസ ഒക്കെ വെച്ചു കൊടുത്തിട്ടാ പോയത്. 20 പൈസ പറയുമ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് പഴയ കാലമാണ്. അപ്പൊ അന്നത് വലിയൊരു എമൗണ്ട് ആണ്. അപ്പൊ ആ ഒരു മനുഷ്യന്റെ കയ്യിലുള്ള സമ്പാദ്യം മൊത്തം ദക്ഷിണയായിട്ട്, ഒരു അധ്യാപകനല്ലേ, അധ്യാപകനുള്ള ദക്ഷിണയായിട്ട്, ഗുരുദക്ഷിണയായിട്ട് വെച്ചു കൊടുത്തിട്ടാണ് ആ മനുഷ്യൻ പോയത്. ഒന്നാലോചിക്കാ, ഭ്രാന്തനായിട്ട് പോലെ ഒരു അധ്യാപകനെ ആദരിക്കണം എന്നുള്ള കാര്യം മൂപ്പര് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, മക്കളും അങ്ങനെ ആവണം കേട്ടോ. മാതാപിതാ ഗുരു ദൈവം അല്ലെ. സോ മക്കളെ ഇങ്ങോട്ട് നോക്ക്. ഇനി അടുത്തെന്താ പറഞ്ഞത്? ധീരെ ധീരെ ഗുത്തി സുലക്ഷണയിലേക്ക്. പതുക്കെ അയാൾക്ക് ആ മറ നീക്കിയിട്ട് ആ സത്യം പുറത്തു വന്നു. എങ്ങനെ? എന്തായിരിക്കും ആ ഭ്രാന്തന് സംഭവിച്ചത്? ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഈ പാരഗ്രാഫ് മുഴുവൻ നമ്മുടെ എഴുത്തുകാരൻ അതിനൊരു വ്യാഖ്യാനം കണ്ടെത്തുകയാണ്. എന്താണ് ആ ഭ്രാന്തന് സംഭവിച്ചതെന്ന്. സോ അയാൾ പറഞ്ഞു, നമ്മുടെ എഴുത്തുകാരന്റെ വാക്കുകളിലൂടെ നമുക്ക് നോക്കാം. എന്താ? കിതാബോങ്കോ ഉസ്കെ ഫേങ്കാ നഹീത്ത, ഉസ്നെ ഫേങ്കാ നഹീത്ത. പുസ്തകങ്ങൾ അയാൾ വലിച്ചെറിഞ്ഞില്ല. ഇതെന്താ? കിതാബോം ദേഖ് കർ അഞ്ചാനെ ഹി ഉസ്കെ മൻമേം യഹ് ബാത്ത് ആയി होगी कि वे ये शायद लिखने पढ़ने वाले आदमी है. പുസ്തകങ്ങൾ കണ്ടപ്പോൾ അറിയാതെ, അറിയാതെ ആ മനുഷ്യനിൽ ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. ഏത് ചിന്ത? ഈ മനുഷ്യർ, തൻ്റെ മുന്നിൽ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യർ ഷായദ് തീർച്ചയായും ലിഖ്നെ പഠനെ വാലെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഏതോ മനുഷ്യന്മാരാണ്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അറിവുള്ളവരെ ആദരിക്കണമെന്ന് ആ മനുഷ്യന് തോന്നിയിട്ടുണ്ടാവും അല്ലെ. ദെൻ എന്താ? ഷായദ് ഗുരുഹേ, തീർച്ചയായും തൻ്റെ മുന്നിൽ നിൽക്കുന്നവർ ഗുരുക്കന്മാരാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും. ദെൻ ഉസ് വിക്ഷിപ്ത അവസ്ഥമേം, വിക്ഷിപ്ത അവസ്ഥ എന്ന ഭ്രാന്തമായ അവസ്ഥ. അപ്പൊ ആ ഭ്രാന്തമായ മനോനില തെറ്റിയ അവസ്ഥയിൽ പോലും ഉസ്നെ അവചേതന്മേം, അതായത് ഉസ്കെ അവചേതന്മേ, അവചേതൻ എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്, അയാളുടെ ഉള്ളിലുള്ള ആ ഉപബോധ മനസ്സിൽ യഹ് സംസ്കാർ ദബാ പടാത്ത കി ഗുരു കോ തോ ആദർ കർണ ചാഹിയേ, ഗുരുക്കന്മാരെ ആദരിക്കണമെന്നുള്ള അയാളുടെ ആ സംസ്കാരം ഉയർന്നു നിന്നിരുന്നു എന്നാ പറഞ്ഞ. അപ്പം
നമ്മുടെ എഴുത്തുകാരൻ ചിന്തിക്കുകയാണ് ആ ഭ്രാന്തമായ അവസ്ഥയിലും ഗുരുക്കന്മാരെ ആദരിക്കണം എന്നുള്ള അയാളുടെ സംസ്കാരം ഉണ്ടല്ലോ, അത് വളരെ മഹത്തരമായിരുന്നു. ദെൻ ഓർ യഹ് മാലും ഹോനെ പർ ഹി മേം ശിക്ഷകഹും. ഇനി മാത്രല്ല നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞെടുത്തില്ലേ അയാളൊരു അധ്യാപകനാണെന്ന്. അപ്പൊ ഞാനൊരു അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉസ്കാ വ്യവഹാർ ഏക്കായേക്ക് ബദൽ ഗയ. അയാളുടെ വ്യവഹാർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം, അയാളുടെ പെരുമാറ്റം പെട്ടെന്ന് മാറി. എങ്ങനെയാ മാറിയത്? അയാൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അകപ്പാട് അയാൾ വിനയ കുനിയാനീതനാവുന്നു അല്ലേ. ദെൻ ഉസ്കി വിക്ഷിപ്താവസ്ഥ, അയാളുടെ ഭ്രാന്തമായ അവസ്ഥയും എന്താ ഉസ്കെ സംസ്കാരോനെ ബഡ്പാലിയെത്തി, അയാളുടെ ഭ്രാന്തമായ അവസ്ഥയിലേക്കാളും മുകളിലായിരുന്നു അയാളുടെ സംസ്കാരം എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ എഴുത്തുകാരൻ അയാളുടെ അധ്യാപക ദിനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ്. കാരണം അയാൾ ഒരു അധ്യാപകനാണല്ലോ. ഇവിടെ അധ്യാപകനായ അയാൾക്ക് വലിയൊരു ആദരവ് ഒരു ഭ്രാന്തനിൽ നിന്ന് കിട്ടുകയാണ്. അപ്പൊ അയാളുടെ മനസ്സറിയാതെ അധ്യാപക ദിനത്തിലേക്ക് പോവാണ്. അയാളെന്താ പറയുന്നത്? ശിക്ഷക ദിവസ് കെ അവസർ പർ, അതായത് ശിക്ഷക ദിവസം എന്ന് പറഞ്ഞാൽ അധ്യാപക ദിവസം അല്ലേ. നമുക്കറിയാം സെപ്റ്റംബർ 5 നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബർത്ത്ഡേ ആണ് ഈ സെപ്റ്റംബർ 5 അല്ലേ. അപ്പൊ അന്ന് നമ്മുടെ രാജ്യത്തൊക്കെ അധ്യാപക ദിനം ആചരിക്കും. എല്ലാ റിട്ടയറായ അധ്യാപകരെയൊക്കെ വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ നമ്മൾ ആദരിക്കുന്ന സ്കൂളുകളിലും പൊതുവേദികളിലൊക്കെ വെച്ച് ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട്. അപ്പൊ ആ ദിവസത്തെ കുറിച്ചാണ് ഓർക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് പോസ്റ്ററൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. അപ്പൊ എന്തായാലും അധ്യാപക ദിവസത്തിന്റെ അവസരത്തിൽ പൂരെ ദേശമേ, നമ്മുടെ രാജ്യം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അനഘിനത് ശിക്ഷകോ കാ സമ്മാൻ കിയാ ജാത്താ ഹേ. സമ്മാൻ എന്ന് പറഞ്ഞാൽ ആദരവ് അല്ലെങ്കിൽ ആദരിക്കുക. അൻഘിനത് എന്ന് പറഞ്ഞാൽ അനേകം, അനവധി അധ്യാപകരെ ആദരിക്കാറുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും. എന്നിട്ട് ഇയാളുടെ കാര്യം പറഞ്ഞാ, മേരെ ഷഹർ മേ മേരെ ബി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഹേ. എന്റെ പട്ടണത്തിൽ, എന്റെ നാട്ടിൽ, അയാളെ എഴുത്തുകാരൻ പറയണേ, എന്റെ നാട്ടിൽ എന്നെയും പലതവണ ഇതുപോലെ ആദരിച്ചിട്ടുണ്ട്. ദെൻ ലേക്കിൻ ഉസ് രാത് കോ ബൈ ഓർ ആതങ്ക് കെ സാത്ത് മേ ഹി സഹി മുझे जो സമ്മാൻ മിലാ വഹ് അപൂർവത. എന്നാൽ ഈ ഒരു രാത്രിയിൽ എനിക്ക് ഭയത്തിന്റെയും ആതങ്ക് ഭീകരത അല്ലെ, ഭീകരതയുടെയും ഇടയിൽ കിട്ടിയ ഈ ഒരു സമ്മാനമുണ്ടല്ലോ, ഈ ഒരു ആദരവുണ്ടല്ലോ, ആ ആദരവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വിചിത്രമായിരുന്നു, അപൂർവമായിരുന്നു. ദെൻ മേനെ കബി നഹി സോച്ചാ കി ഏക് ശിക്ഷക കെ രൂപ മേ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോഗ. ഒരു അധ്യാപകന്റെ രൂപത്തിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും സർവശ്രേഷ്ഠമായ, ഏറ്റവും മികച്ച ഒരു ആദരവ് ഇതായിരിക്കും, ഈ ഭ്രാന്തൻ നൽകിയ ആദരവായിരിക്കുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇസ്കെ ബാദ്, അതിനുശേഷം മുझे കച്ചി സി നീന്ത് പടുകയി, എനിക്ക് നല്ല സമാധാനമായിട്ടുള്ള ഉറക്കം കിട്ടി. നന്നായിട്ട് കച്ചീസി എന്ന് പറഞ്ഞേ വളരെ നല്ല ഉറക്കം കിട്ടി. അപ്പൊ ഇയാൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒരു ഭ്രാന്തനായിരുന്നിട്ട് ആ മനുഷ്യൻ അധ്യാപകനെ ആദരിച്ചല്ലോ. അപ്പൊ അതുപോലുള്ള ഒരു മനുഷ്യൻ, ഭ്രാന്തനാണെങ്കിലും അതുപോലൊരു മനുഷ്യനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതുപോലെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മുടെ ആര് കാണുന്നത്? ഈ എഴുത്തുകാരൻ കാണുന്നത്. ഇനി മക്കളെ അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോണത്? സബേരെ ഹുവ, നേരം വെളുത്തു. ബിഗേർ സാമാൻ കോ ഫിർ സെ പിട്ടു മേം ജമാത്തെ ഹുയെ ചോട്ടൂനെ കഹാ. ബിഗർന എന്ന് പറഞ്ഞാൽ ചിതറുക അല്ലെ. ബിഗേർ സാമാൻ എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങൾ. കഴിഞ്ഞ ദിവസം ആ ഭ്രാന്തനായ മനുഷ്യൻ എല്ലായിടത്തേക്കും വലിച്ചെറിഞ്ഞ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഇവരുടെ വസ്ത്രങ്ങളും പറ്റിയുള്ള സാധനങ്ങളൊക്കെ. ആ സാധനങ്ങളൊക്കെ ഫിർസെ, വീണ്ടും പിട്ടുമേം, പിട്ടു ഇവിടെ ഈ സാധനം ഒന്നും ഇല്ല കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമ്മുടെ ആ ബാഗിലേക്ക് തന്നെ എടുത്തു വെക്കുന്ന, ജമാത്തെ ഹുയർന്ന ശേഖരിക്കുക അല്ലേ, അല്ലെങ്കിൽ കൂട്ടിവെക്കുന്ന സമയത്ത് നമ്മുടെ ചോട്ട് പറയാണെന്ത്? ഉസ്നെ ഹമാരി കാനി കൗട്ടി തക്ക് നെഹീലി. ലേനാറിനെ എടുക്കുക, അലി എന്ന് പറഞ്ഞാൽ എടുത്തു അല്ലെ, നെഹീലി എന്ന് പറഞ്ഞാൽ എടുത്തില്ലാന്ന്. എന്തെടുത്തില്ല? കാനി കൗട്ടി എന്നാണ് ഒറ്റ പൈസ, ചില്ലി പൈസ എന്നൊക്കെ പറയും. അയാൾ നമ്മുടെ ചില്ലി കാശ് പോലും എടുത്തില്ല. അതായത് നമ്മുടെ പൈസ ഒന്നും അയാൾ എടുത്തിട്ടില്ലല്ലോന്നേ. അപ്പൊ ചോട്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ചോട്ടിന്റെ വിചാരം ആ കള്ളൻ നമ്മുടെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ഈ കള്ളനാണ് എന്നൊക്കെയാണ്, ഭ്രാന്തൻ കള്ളനാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അടുത്ത ദിവസം നോക്കിയപ്പോ അതിന് ഒരു സാധനം പോയില്ല. ഇയാൾ കള്ളനല്ലേ, ഇയാൾ പാവത്താനാണ്. ഈ ഭ്രാന്തൻ എന്താ ചെയ്തത്? അയാളുടെ പൈസ കൂടി ഇവർക്ക് കൊടുക്കുക ചെയ്തത് അല്ലെ. ഇതേ നോക്കി, ദർവാസ ഗോൽക്കർ ഹം ബാഹറായേ. അങ്ങനെ വാതിലൊക്കെ തുറന്നിട്ട് രണ്ടുപേരും പുറത്തേക്ക് എത്തി. പഡോസ് കെ യുവകസേ കഹ. അപ്പൊ അയൽപ്പക്കത്ത്, പഡോസന അയൽപ്പക്കം അല്ലെ, അയൽപ്പക്കത്ത് ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവിനോട് ഇവർ പറഞ്ഞെന്ത്? രാത്രിക്കോ ഏക്ക് പാകലിനെ ഹമേം ബഹുത്ത് പരേഷാൻ കിയ. ഇന്നലെ രാത്രിയിൽ ഒരു ഭ്രാന്തൻ ഞങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. പരേഷാൻ കിയാ ബുദ്ധിമുട്ടിക്കുക അല്ലെ. ഗണ്ടേ ഡേഡ് ഗണ്ടേ തക്ക് ഹമേം ഡരാത്ത ദംകാത്ത രഹ. ഗണ്ടേ ഡേഡ് ഗണ്ടേ പറഞ്ഞാൽ 1.5 മണിക്കൂറോളം വരെ അയാൾ ഞങ്ങളെ ഡരാത്ത, പേടിപ്പിക്കുകയും ദംകാത്ത, ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ദെൻ വഹമേം പീഡിബി സക്താത്ത, അയാൾക്ക് ഞങ്ങളെ തല്ലാൻ വരെ പറ്റുമായിരുന്നു, ഉപദ്രവിക്കാൻ വരെ പറ്റുമായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല അല്ലേ. ഇയാൾ കുറെ ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ അയൽവാസി ആ യുവാവ് പറഞ്ഞ മറുപടിയാണ് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. എന്താ? വേ മേരാ പിതാ ഹേ.
അയാൾ എൻ്റെ അച്ഛനാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഭ്രാന്തൻ്റെ മകനോട് തന്നെയാണ് പറയുന്നത്, ഇന്നലെ ഒരു ഭ്രാന്തൻ ഞങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ അല്ലേ. അപ്പം അയാൾ പറയണേ അതിൻ്റെ അച്ഛനാണെന്നില്ലേ, എൻ്റെ അച്ഛനായി പോയി എന്ത് ചെയ്യാനാ. ദെൻ പാഗൽപൻ കാ ദൗരാ പടുത്താ ഹേ തബി ഏസി ഹർക്കത്തേം കർത്തേ ഹേ. അയാളിപ്പോൾ ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹർക്കത്തെയും അതായത് ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഭ്രാന്താവുന്ന സമയത്ത്. പർ കിസിക്കോ മാർത്തേ നഹി, പക്ഷെ ആരെയും ഉപദ്രവിക്കാറൊന്നുമില്ല, അടിക്കാറൊന്നുമില്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നേ ഉള്ളൂ, വലിയ കുഴപ്പക്കാരനൊന്നല്ല. എന്നിട്ട് പറയണം, മോന് പറയണത് വൈസേ വേ യഹാ നഹി രഹത്തെ മണ്ഡി ദ്വീപ് മേ മേരെ ഭായിയോം കെ പാസ് രഹത്തെ ഹേ. പക്ഷേ അദ്ദേഹം യഹാം നഹി രഹത്തെ, രഹ് എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലേ, അയാൾ ഇവിടെ അല്ല താമസിക്കാറുള്ളത്, എൻ്റെ അച്ഛൻ ഇവിടെ അല്ല കേട്ടോ താമസിക്കാറുള്ളത്, മണ്ഡി ദ്വീപിലാണ് താമസിക്കുന്നത്. ആരുടെ കൂടെ? മേരെ ഭായിയോം കെ പാസ്, എൻ്റെ സഹോദരന്മാരുടെ കൂടെയാ താമസിക്കല്. അപ്പൊ ഇന്നലെ രാത്രി ചെറിയ മോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും അല്ലേ. അപ്പൊ വന്ന സമയത്ത് ചിലപ്പോൾ വീട് പൂട്ടിക്കിടക്കണ കണ്ടപ്പോൾ മൂപ്പര് അമ്പലത്തിന്റെ അവിടെയൊക്കെ വന്നു, അങ്ങനെയാണ് ഇവരെ കണ്ടിട്ടുണ്ടാവുക. എന്നിട്ട് പറയണേ കൽ രാത്ത് കോഹി ആയേ ഹേ, ഇന്നലെ രാത്രിയാണ് അച്ഛൻ എത്തിയത് എന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എടുത്ത വഴിക്ക് നമ്മുടെ മാഷ്, അതായത് നമ്മുടെ ഈ ഒരു എഴുത്തുകാരൻ ചോദിക്കുകയാണ്, ഹമാരി മദത് കേലിയെത്തും മായക്കും ഈ ഒരു പരിഭവ ഭാഗത്തിൽ ചോദിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ അച്ഛനല്ലേ ഇനിയോ, അപ്പൊ നിങ്ങൾക്ക് വന്ന് മാറ്റിക്കൂടെ അയാളെ, ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ എന്തേ വരാഞ്ഞെന്ന് ചോദിക്കുകയാണ് അല്ലേ. മദത് എന്ന് പറഞ്ഞാൽ സഹായം, അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾ എന്തേ വരാഞ്ഞത്. അപ്പൊ മക്കളെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, കഴിഞ്ഞ പോർഷനിൽ നമ്മൾ പഠിച്ചിരുന്നു എന്ത്, അവിടെ ഫുള്ള് മഴയൊക്കെ പെയ്ത് ആ കലങ്കോലായി, ഇവരൊക്കെ കർഷകരായിരുന്നു അല്ലേ. അപ്പൊ സോയാബീൻ വിളവെടുക്കുന്ന തിരക്കിലാണ് എല്ലാ കർഷകരും എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പൊ അതാണ് ഇവിടെ സംഭവം. അപ്പൊ നമ്മുടെ ഈ ആൾ പറയണത് മേ ഖേത്ത് പർ സോയാത്ത, ഞാൻ വയലിൽ കിടക്കുകയായിരുന്നു, എന്താണ് സോയാബീൻ കട്ടിരായ സോയാബീൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അബി ആയാഹു, ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ. ഇയാൾ ക്ഷമാപണത്തിൽ പറയണേ, ആപ്കെ യഹാം സെ ആനെ കെ ബാദ് വേ ചബൂത്തരെ ചലേ ഗയേ, ഇവിടുന്ന് പോയ ശേഷം നമ്മുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഭ്രാന്തനെ കുറിച്ച്. അദ്ദേഹം ചബൂത്തരയിലേക്കാണ് പോയത്. ചബൂത്തര എന്ന പ്ലാറ്റ്ഫോം, മേ ബി നമ്മുടെ റെയിൽവേയുടെ പ്ലാറ്റ്ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഉയരത്തിലുള്ള എന്തെങ്കിലും സ്ഥലം, അവിടെ എന്തെങ്കിലും ഒരു സ്ഥലമായിരിക്കും, അവിടേക്കാണ്. റെയിൽവേയുടെ പ്ലാറ്റ്ഫോം ആവാൻ ചാൻസ് ഇല്ല അല്ലേ, കാരണം എന്താ വെച്ചാൽ അത് ഒരു ഗ്രാമമാണല്ലോ, കുറെ ഹൈറ്റിലുള്ള, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് അദ്ദേഹം പോയത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്, അബി വഹീഹേ, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ആകെ ഞെട്ടി. എന്താ കാരണോ, ഇനിയൊൽക്ക് ആ വൈക്കാൻ പോവാനുള്ളത്. അപ്പൊ ഇനിയും ആരെ കാണും, ഈ ഭ്രാന്തനെ കാണും. ഇനിയിപ്പോ ഇന്നലത്തെ ബാക്കി ഇന്ന് തീർക്കുവോ, ഇനിയിപ്പോ ഇന്നും മസാജ് ചെയ്യുമോ എന്നൊക്കെ അവൻ പേടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം, അവസാനത്തെ പാരഗ്രാഫാണ്, എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ഹമാര രാസ്ത ചബൂത്തരെ സേ ഹോക്കർ ജാത്താത്ത, ആ ഒരു ചബൂത്തരയിലൂടെ, ആ പ്ലാറ്റ്ഫോമിലൂടെ വേണമായിരുന്നു ഞങ്ങൾക്ക് പോവാനുള്ളത്. ഹം വഹാം സേ നിക്കലേ തോ ജോ വഹ് വഹാം ഗഡാമില, ഞങ്ങൾ ആ ഒരു ചബൂത്തരയിലൂടെ പോകുന്ന സമയത്ത് ആ മനുഷ്യൻ അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഗഡ എന്ന് പറഞ്ഞാൽ നിൽക്കുക അല്ലെ, നിൽക്കുന്നത് മില, ഞങ്ങൾ കണ്ടു. ഹംനെ ഉസ്കി ഓർ ധ്യാൻ നഹി ദിയ, ഞങ്ങളാണെങ്കിൽ അയാളെ മൈൻഡ് ചെയ്തില്ല, മൈൻഡ് ചെയ്യാതെ രണ്ടാളും ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. അപ്പൊ എന്താ സംഭവിച്ചത്, തബി നീച്ചെ ഉത്തർക്കർ, പെട്ടെന്ന് ആ മനുഷ്യൻ താഴേക്കൊരൊറ്റ ചാട്ടം. ഓക്കെ, ഉത്തർന്നാന്ന് ഇറങ്ങല്ലേ, താഴേക്ക് ഇറങ്ങി, പ്ലാറ്റ്ഫോമിന്റെ മേലെ താഴേക്ക് ഇറങ്ങി. എന്താ ഗുഡ്നോ കെ ബൽ, ഗുഡ്ന എന്ന് പറഞ്ഞാൽ കാൽമുട്ട് എന്നാണ് അർത്ഥം. ഗുഡ്നോ കെ ബൽ എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന്റെ ബലത്തിൽ, ചുക്കർ, ചുക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുനിയ എന്നർത്ഥം. ചുക്കറിന കുനിഞ്ഞുകൊണ്ട്. അപ്പൊ കാൽമുട്ടിന്റെ ബലത്തിൽ കുനിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അല്ലെ. എപ്പോഴാണ് നമ്മൾ മുട്ടുകുത്തിരിക്കുക, ഒരാൾ എന്താണ് ബഹുമാനിക്കുന്ന സമയത്താണ് അല്ലെ. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഉസ്നെ മേരെ പാവ് ചൂയെ, പാവ് എന്ന് പറഞ്ഞാൽ കാലിലെ, ചൂന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, എന്റെ കാല് തൊട്ടു. നമുക്കറിയാം ഈ ചില ഗുരുക്കന്മാരെയൊക്കെ ചില ആളുകൾ കാല് തൊട്ടൊക്കെ വന്ദിക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ്. എന്തായാലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അത് കാലിട്ട് വന്ദിക്കണം എന്നൊന്നുമില്ല, എന്തായാലും പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ കാല് തൊട്ട് ഇങ്ങനെ വന്ദിച്ചു. അപ്പൊ അയാൾക്ക് അത്രയും റെസ്പെക്ട് ആ ഗുരുവിനോടുണ്ടല്ലേ, അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിനോടുള്ള ക്ഷമാപണമാണ്. എന്നിട്ട് പറയാണ്, ഗുരുദേവ എന്താ ബഹുത്ത് ഷർമീദാഹും, എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. എന്തിന്റെ കാര്യത്തിൽ, ഇന്നലെ ചെയ്തു പോയ കാര്യത്തിലാണല്ലേ. ദെൻ ക്യാ കർത്ത, എന്ത് ചെയ്യാനാ, ധൗരാജോപ്പെടുത്ത, ഭ്രാന്തായി പോയില്ലേ. ദെൻ ഉസ്കെ ചെഹ്രെ പർ പശ്ചാത്താവാത്ത, അയാളുടെ മുഖത്തൊക്കെ പശ്ചാത്താപം ഉണ്ടായിരുന്നു, അയാൾക്ക് ആകെ സങ്കടം ഉണ്ടായിരുന്നു. ആംഖോമേം ആസു, അയാളുടെ കണ്ണുകളിലൊക്കെ കണ്ണുനീരുണ്ടായിരുന്നു, അയാളാകെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്തു പോയാൽ അത്രയും സങ്കടമായിരിക്കുന്നുണ്ട് ആ മനുഷ്യനുണ്ട് അല്ലെ. ദെൻ അവസാനം നോക്ക്, എന്താ പറയുക, മേനെ കഹ. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഈ ഒരു അധ്യാപകൻ, ഈ ഒരു എഴുത്തുകാരൻ പറയണെന്ത്, ഭായി സഹോദര, തും നഹി ജാൻതേ കി തുമ്നെ ഗുരുവോं का कितना मान बढ़ाया है, किसी एक गुरु का नहीं തമാം ഗുരു കാ, നീ ഗുരുക്കന്മാരെ, അധ്യാപകരെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്ന് നിനക്കറിയില്ലേ. എന്താ, നീ ഒരു ഗുരുവിനെ മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാ ഗുരുക്കന്മാരെയും നീ വല്ലാണ്ട് എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ ടോപ്പ് കയറ്റിയില്ലേ, എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും
ഇപ്പോഴും വേണ്ടേ? എന്തായാലും സത്യമാണ് പറഞ്ഞതില്ലേ. കാരണം ഈ പറഞ്ഞ എഴുത്തുകാരൻ ഇയാളെ പഠിപ്പിച്ചിട്ട് പോലില്ല, എന്നിട്ട് പോലും ആ ഭ്രാന്തമായ അവസ്ഥയിലും ഗുരുക്കന്മാർ ആദരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ നല്ലൊരു മനസ്സിനുടമയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം ഇസ്കെ സാത്ത് ഹി അം ആകെ ബഡ് ഗേ, എന്താ, ഞങ്ങൾ നേരെ മുന്നോട്ട് നീങ്ങി. ആ ഭ്രാന്തൻ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോയി. ദെൻ ഓർ ഹാ വഹ് സിക്ക ആജ് ബി മേരെ പാസേ, ആ ഒരു നാണയം ഉണ്ടല്ലോ സിക്ക, അതായത് ഭ്രാന്തം കൊടുത്ത നാണയം, ആ 20 പൈസയുടെ നാണയം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന്. അതായത് നമ്മുടെ എഴുത്തുകാരൻ ഒരു വിലപ്പെട്ട സമ്മാനമായിട്ട് തനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഒരു അധ്യാപകന് കിട്ടിയ ഏറ്റവും മികച്ച ആദരമായിട്ട് ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മക്കളെ, ചാപ്റ്റർ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റൻ ആൻസറുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.